കരിവന്നൂർ കള്ളപ്പണ കേസിൽ ഇഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അനുവദിച്ചു. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കാനും നിർദ്ദേശം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലേക്ക്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ടിരുന്ന തുക വെട്ടിക്കുറച്ചു. സംസ്ഥാനത്ത് പച്ചക്കറികൾക്ക് മറ്റ് സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോഴാണ് ഇത്. 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള തുകയാണ് വെട്ടിക്കുറച്ചത്. നിലവിൽ ഒരു വിദ്യാർത്ഥിക്ക് 8 രൂപ എന്ന കണക്കിൽ നൽകിയിരിക്കുന്ന തുക ഇപ്പോൾ 6 രൂപയാക്കി കുറച്ചു. പച്ചക്കറികൾക്കും മറ്റു സാധനങ്ങൾക്കും വില വർധനവ് ഉണ്ടാകുമ്പോഴാണ് ഇതെന്നത് ശ്രദ്ധേയം. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നിലവിൽ കുട്ടി ഒന്നിക്ക് ശരാശരി 8 രൂപയാണ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം പലതവണ നിത്യോപയോഗ സാധനങ്ങളുടെയും അതുപോലെ തന്നെ പാചകവാതകത്തിൻ്റെയും വില സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ച് ആനുപാതികമായ ഒരു വർധനവ് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വരികയാണ്. ഇതനുസരിച്ച് ഇപ്പോഴേ ഈ ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറായി. പരിഷ്കരിച്ചതാകട്ടെ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന 5ാം ക്ലാസ് വരെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 2 രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. അതേസമയം ഈ വർഷം ആരംഭിച്ചതു മുതൽ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്കായി ചെലവാക്കിയ തുക സർക്കാർ നൽകിയിട്ടുമില്ല. ഇതോടെ വെട്ടിലാകുന്നത് പ്രഥമാധ്യാപകരാണ്. ഇതിനിടെ സംസ്ഥാനത്ത് ആരംഭിച്ച പോഷകാഹാര പദ്ധതിക്കുള്ള തുകയെക്കുറിച്ചും സംസ്ഥാന സർക്കാർ ഇതുവരെ സർക്കുലറുകൾ ഇറക്കിയിട്ടില്ല. ജനം, തിരുവനന്തപുരം.